ഹായ് കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണല്ലേ? ഞാൻ സരോജ റോബിൻ, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. CS20ലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതെല്ലാം ഭംഗിയായിട്ട് പഠിച്ചല്ലോ അല്ലേ? നല്ല കുട്ടികളാണ് കേട്ടോ. ഇന്ന് ഞാൻ നല്ലൊരു വിശേഷവുമാണ് വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനായിട്ട് പോകുന്നത്. ഏതാണെന്നല്ലേ? C++ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് എക്സ്പ്രഷൻസ്. ഇത് നമുക്ക് വളരെ ഭംഗിയായിട്ട് പഠിക്കാം, ഈസി മെത്തേഡിലൂടെ പഠിക്കാം. ഓക്കെ, റെഡിയാണല്ലോ അല്ലേ? പോകാം ക്ലാസ്സിലോട്ട്. ചാപ്റ്റർ 5 ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. അതിൻ്റെ പാർട്ട് 2 ആണ് നാം ഇന്ന് പഠിക്കുന്നത്. ഇന്ന് നാം പഠിക്കാനായി പോകുന്ന ഭാഗങ്ങൾ നോക്കാം. എക്സ്പ്രഷൻസ്, അതിൽ അരിത്തമാറ്റിക് എക്സ്പ്രഷൻസ്, റിലേഷണൽ എക്സ്പ്രഷൻ, ലോജിക്കൽ എക്സ്പ്രഷൻ. അരിത്തമാറ്റിക് എക്സ്പ്രഷനെ വീണ്ടും തരംതിരിക്കാം: ഇൻറ്റിജർ എക്സ്പ്രഷൻസ്, ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻസ്, കോൺസ്റ്റന്റ് എക്സ്പ്രഷൻസ്. അടുത്തത് പഠിക്കേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ്സിനെ വീണ്ടും തരംതിരിക്കാം: ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. അടുത്തത് പഠിക്കേണ്ടത് കസ്കാഡിംഗ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്. ഇവ നമുക്ക് ഭംഗിയായിട്ട് പഠിക്കാം. ഓക്കെ, ആദ്യമായി എക്സ്പ്രഷൻസ്. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറൻസ്. The operands may be either constants or variables. നമുക്ക് ആദ്യം ഇതിപ്പോൾ 2+3 എന്ന് നമ്മൾ സാധാരണ എഴുതാറില്ലേ, ഇതൊരു എക്സ്പ്രഷനാണ്. ഇതിൽ 2ഉം 3യും പറയുന്നത് എന്താണ്? ഓപ്പറൻസ്. അതിനകത്തുള്ള ഓപ്പറേറ്റർ അതാണ് പ്ലസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് നാം പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ ഇതിന് എക്സ്പ്രഷൻസിൻ്റെ അകത്ത് നമുക്ക് കോൺസ്റ്റൻസ് വരാം, വേരിയബിൾസ് വരാം. അപ്പം നമുക്ക് എക്സാമ്പിളിലൂടെ ഇത് പഠിക്കുന്നുണ്ട്, അപ്പം മനസ്സിലാകും. ഓൺ ദ ബേസിസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ്, എക്സ്പ്രഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു അരിത്തമാറ്റിക് എക്സ്പ്രഷൻ, റിലേഷണൽ എക്സ്പ്രഷൻസ്, ലോജിക്കൽ എക്സ്പ്രഷൻസ്. ആദ്യമായി നമുക്ക് അരിത്തമാറ്റിക് എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് ഇത് ഒരു ടിപ്സ് ഇത് പറയുന്നുണ്ട്. അതായത് എക്സ്പ്രഷൻ, അതാണ് ഈ എക്സും തന്നിരിക്കുന്നത്. ഓർക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരണം? ഓർന്ന് ഞാൻ തന്നിരിക്കുന്നത് ഓപ്പറേറ്ററിനാണ്. പരീക്ഷയ്ക്ക് നിങ്ങൾ ഇങ്ങനെ എഴുതരുത്, ഞാനിപ്പോൾ കോഡ് ഭാഷ തന്നിരിക്കുന്നതാണ്. ഓപ്പറേറ്റേഴ്സ്, ഓപ്പറേറ്റർ പ്ലസ് ഓപ്പറൻസ്. കണ്ടോ, ഓപ്പറേറ്ററും ഓപ്പറൻസും ചേരുമ്പോഴാണ് ഒരു എക്സ്പ്രഷനായിട്ട് മാറുന്നത്. ഇതൊക്കെ നമ്മളിപ്പോൾ എക്സാമ്പിളിലൂടെ പഠിക്കുന്നുണ്ട്, അപ്പോൾ മനസ്സിലാകും കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് ഓർക്കുക, ഇതിനകത്ത് ഓപ്പറേറ്ററും ഉണ്ട് ഓപ്പറൻസും ഉണ്ട് ഒരു എക്സ്പ്രഷനിൽ. എക്സ്പ്രഷനിൽ ഉപയോഗിക്കുന്ന ഓപ്പറൻസ് എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ, ഓപ്പറൻസ് ഓടി നിന്നിട്ടിരിക്കുന്ന ഓപ്പറൻസ് ആണ്. ഞാൻ പ്രത്യേകം ഓർക്കുക, പരീക്ഷയ്ക്ക് ഇങ്ങനെ എഴുതരുത്, ഞാൻ വെറുതെ തന്നിരിക്കുന്ന കോഡുകളാണ് കേട്ടോ. ഓപ്പറൻസ് ആണ്. ഈ ഓപ്പറൻസിനകത്ത് വരേണ്ടത് എന്തൊക്കെയാണ്? കോൺസ്റ്റൻസും വരാം, വേരിയബിൾസും വരാം. ഞാൻ CV-ന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഇത് മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് ഇങ്ങനെ തന്നേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഗാർലിക് എന്നുള്ള ഈ വാക്ക് ഓർക്കുക. ഗാർലിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ എന്താണ്? വെളുത്തുള്ളി അല്ലേ? അപ്പോൾ ഗാർലിക് എന്നുള്ള വാക്ക് ഓർത്തിട്ട് അതിൽ Gയും Iയും Cയും കളയുക, എന്നിട്ട് ARL എടുക്കുക. കേട്ടോ, ഞാൻ GIC നിങ്ങൾക്ക് ബ്ലാക്കിൽ കാണിച്ചിരിക്കുകയാണ്. ARL എടുക്കുക ഗാർലിക്കിനകത്തുള്ള. അപ്പോൾ അതാണ് A അരിത്തമാറ്റിക് എക്സ്പ്രഷൻ, R റിലേഷണൽ എക്സ്പ്രഷൻ, അടുത്ത എന്താണ്? ലോജിക്കൽ എക്സ്പ്രഷൻ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക കേട്ടോ. അപ്പോൾ എക്സ്പ്രഷൻസ് എന്താണ്? ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറൻസ്. ഓപ്പറൻസ് എന്തൊക്കെയാണ്? മേ ബി ഐദർ കോൺസ്റ്റൻസ് ഓർ വേരിയബിൾസ് വരാം. ഏതൊക്കെ? ഇത് ഓപ്പറേറ്റേഴ്സിൻ്റെ അനുസരിച്ച്, ഓപ്പറേറ്റേഴ്സിൻ്റെ ബേസിസ് അനുസരിച്ച്, അതിൻ്റെ ഇതനുസരിച്ച് നമുക്ക് എക്സ്പ്രഷൻസിനെ 3ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ARL അരിത്തമാറ്റിക് എക്സ്പ്രഷൻ, റിലേഷണൽ എക്സ്പ്രഷൻ, ലോജിക്കൽ എക്സ്പ്രഷൻ. ഓക്കെ, അടുത്തത് അരിത്തമാറ്റിക് എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് വന്നാൽ അതെന്താണ്? അരിത്തമാറ്റിക് എക്സ്പ്രഷനാണ്. ആൻ എക്സ്പ്രഷൻ ഇൻ വിച്ച് ഒൺലി അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്, അതാണ് അരിത്തമാറ്റിക് എക്സ്പ്രഷൻ. അരിത്തമാറ്റിക് ഓപ്പറേറ്ററൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ഇനി നിങ്ങൾക്ക് അറിയാവുന്നത് ദ ഓപ്പറൻസ് മേ ബി ഐദർ കോൺസ്റ്റൻസ് ഓർ വേരിയബിൾ. ഇവിടെ കോൺസ്റ്റൻസോ വേരിയബിൾസോ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. ദ റിസൾട്ട് ഓഫ് ദ ഓപ്പറേഷൻ ഈസ് ന്യൂമറിക്. Arithmetic expressions are classified into 3. They are
അരിത്മെറ്റിക് എക്സ്പ്രഷനെ 3ആയിട്ട് തരംതിരിക്കുക. ഏതൊക്കെയാണ്? ഇൻറ്റിജർ എക്സ്പ്രഷൻ, ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ, അതിന് വേറൊരു വാക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കണം റിയൽ എന്നുള്ളൊരു വാക്കൂടെ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ റിയൽ എക്സ്പ്രഷൻസ്, പിന്നെ കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻസ്. നോക്കൂ, ഞാൻ ഓരോന്നിനെയും എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. ഇൻറ്റിജർ എക്സ്പ്രഷൻ, ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ, കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻ. അത് എക്സാമ്പിളോടുകൂടെ പറഞ്ഞു തരാം. ഇഫ് ആൻ അരിത്മെറ്റിക് എക്സ്പ്രഷൻ കണ്ടെയ്ൻസ് ഓൺലി ഇൻറ്റിജർ ഡാറ്റ, ഇൻറ്റിജർ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ പൂർണ്ണസംഖ്യകൾ മാത്രമേ അതിനകത്ത് വരുള്ളൂ, ദശാംശ സംഖ്യകൾ വരത്തില്ല. അങ്ങനെയാണെങ്കിൽ അത് ഈ ഇൻറ്റിജർ എക്സ്പ്രഷനാണ്. അതിലൂടെ കിട്ടുന്ന റിസൾട്ടും ഇൻറ്റിജർ ടൈപ്പ് ആയിരിക്കും. അതേസമയം ഫ്ലോട്ടിംഗ് പോയിന്റ് നോക്കൂ, നിങ്ങൾക്കറിയാം ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ദശാംശ സംഖ്യകളല്ലേ വരുന്നത്. ആ എക്സ്പ്രഷനിനകത്ത് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ആയിരിക്കും വരുന്നത്. ഇറ്റ് പ്രൊഡ്യൂസസ് ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് റിസൾട്ട്. എന്നാൽ അതിൻ്റെ റിസൾട്ട് എന്താണ്? ദശാംശ സംഖ്യ തന്നെയായിരിക്കും. ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പിലുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അടുത്തതോ കോൺസ്റ്റൻ്റ് ആണെങ്കിലോ അരിത്മെറ്റിക് എക്സ്പ്രഷൻ കണ്ടെയ്ൻസ് ഓൺലി കോൺസ്റ്റൻ്റ് ഡാറ്റ. ഇറ്റ് ഈസ് കോൾഡ് കോൺസ്റ്റൻ്റ് എക്സ്പ്രഷൻ. അത് വിലയ്ക്ക് മാറ്റമില്ല, സ്ഥിരമായിട്ട് അത് തന്നെ ആയിരിക്കും. നമുക്ക് എക്സാമ്പിളോടെ ഇപ്പോൾ പറഞ്ഞു തരാം. ഇപ്പോൾ എക്സും വൈയും ഇതെങ്ങനെയൊക്കെ ചോദിക്കും, പഠിക്കുക കേട്ടോ. എക്സും വൈയും തന്നിരിക്കുകയാണ് 6, 3. ഇവിടെ 5ഉം 2ഉം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 6ഉം 3ഉം. എക്സിൻ്റെ വില 6, വൈയുടെ വില 3. എന്നാൽ എസ് പ്ലസ് വൈ എത്രയായിരിക്കും? 9 അല്ലേ? 6 + 3 9. എസ് ഡിവൈഡഡ് ബൈ വൈ 2 അല്ലേ? 5 + x ഡിവൈഡഡ് ബൈ വൈ എത്രയാണ്? 5ൻ്റെ കൂടെ x ഡിവൈഡഡ് ബൈ വൈ കൂട്ടുമ്പോഴത്തേക്കും 5 + 2 എത്രയാണ്? 7. എക്സ് മോഡുലസ് ബൈ വൈ എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഓപ്പറേറ്ററൊക്കെ പഠിച്ചു കഴിഞ്ഞ് വ്യക്തമായിട്ട്. അപ്പോൾ നമുക്ക് 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്. അടുത്തതും അതുപോലെ കാണിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിൽ നോക്ക്, 5 ഡിവൈഡഡ് ബൈ 2. 5ഉം 2 ആണ് തന്നിരിക്കുന്നത്. 5 + 2 എത്രയാണ്? 7. പക്ഷേ 5 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 2.5 എന്ന് പറഞ്ഞു അല്ലേ? പക്ഷെ ഞാൻ 2 എഴുതിയിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഇവിടെ 2 എഴുതിയത്? പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ഞാനിപ്പോൾ ഇവിടെ പച്ച കളറിൽ കാണിച്ചിരിക്കുന്നത്. 2 എന്ന് 2.5 എഴുതിയില്ല. കാരണം ഇൻറ്റിജർ എക്സ്പ്രഷൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? റിസൾട്ട് കിട്ടുന്നത് ഇൻറ്റിജർ ടൈപ്പ് ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ത് തന്നെയാണ്? ഇത് ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് 2.5 എന്ന് എഴുതാൻ കിട്ടില്ല, നമുക്ക് 2 എന്നായിരിക്കും കിട്ടുക. മറ്റത് 5 + x ഡിവൈഡഡ് ബൈ വൈ 7. പിന്നെ എക്സ് മോഡുലസ് ബൈ വൈ റിമൈൻഡർ എത്ര കിട്ടും? 5നെ 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ 1. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേസമയം ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ ഇവിടെ ദശാംശ ഡെസിമൽ പോയിന്റ് ഇട്ട് തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 6.0 കണ്ടോ? എക്സിൻ്റെ വില 6.0. ഇവിടെയാണെങ്കിൽ പൂർണ്ണസംഖ്യയാണ് തന്നത്, ഡെസിമൽ പോയിന്റ് ഇല്ലായിരുന്നു കണ്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ കണ്ടോ, ഇവിടെയും പൂർണ്ണസംഖ്യയാണ്, ഇൻറ്റിജേഴ്സ് ആയിരുന്നു. ഇവിടെയാണെങ്കിലോ 2 ഫ്ലോട്ടിംഗ് പോയിൻ്റാണ്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയതുകൊണ്ട് ആൻസേഴ്സ് എല്ലാം പോയിന്റ് ഇട്ട് തന്നെയാണ് എഴുതുന്നത്. മനസ്സിലായല്ലോ? അതാണ് ഇവിടുത്തെ വ്യത്യാസം, ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ ഡിവൈഡ് ചെയ്ത് ഇത് കണ്ടുപിടിക്കണ്ടോ. എക്സ് ഡിവൈഡഡ് ബൈ വൈ 2.0. 2 എന്ന് എഴുതിയില്ല, കാരണം ഫ്ലോട്ടിംഗ് പോയിൻ്റായ പോയിന്റ് ഇട്ട് എഴുതാൻ സാധിക്കത്തുള്ളൂ. കണ്ടോ? അതുപോലെ ബാക്കിയെല്ലാം ചെയ്യുക. മനസ്സിലായല്ലോ? ഇതെല്ലാം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ പഠിച്ച കുട്ടിയൊക്കെ അറിയാം, മാത്സ് ആണ് അറിയാം. അടുത്ത നോക്കൂ, ഇവിടെ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കോൺസ്റ്റൻ്റ് എക്സ്പ്രഷൻ എങ്ങനെ ഇരിക്കും? ഇപ്പോൾ ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. 3.14 കണ്ടോ? ഇത് 20 എന്ന് ഞാനൊരു വില കൊടുത്തു. 20 എന്നുള്ളൊരു കുട്ടിക്ക് കിട്ടിയ മാർക്ക് 20. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് 20, അതിന് മാറത്തില്ല, കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയും പോലെ. ഇതെന്താണ് കണ്ടോ? ഇതും ഒരു 3.14 പൈയുടെ വില അല്ലേ? പൈയുടെ വില നമ്മൾക്കറിയാം 3.14. അതും കോൺസ്റ്റൻ്റ് ആണ്, മാറത്തില്ല. ഇപ്പം ഞാൻ സിംഗിൾ കോഡ്സിനകത്ത് ഒരു കോൺസ്റ്റൻറ്റ്, ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്, നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ? ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്, സ്ട്രിങ് കോൺസ്റ്റൻ്റ് ഒക്കെ ഇങ്ങനെ ഇടാം. ഇതും ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് എക്സ്പ്രഷനാണ് ഇതെല്ലാം. ഇതിനകത്ത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള, അതായത് വില മാറില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കാം അല്ലേ? നമ്മുടെ ചില കാര്യങ്ങളൊന്നും നമുക്കത് മാറത്തില്ല, അതുപോലെ തന്നെയാണ്. നമ്മുടെ പേര് മാറില്ല എന്നുണ്ടെങ്കിൽ അതിനെ കോൺസ്റ്റൻ്റ് ആക്കാം, സ്ട്രിങ് കോൺസ്റ്റൻറ്റ്. ഇങ്ങനെയുള്ളതിനൊക്കെയാണ് കോൺസ്റ്റൻ്റ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇവിടെ IFSC എന്നുള്ള കോഡ് ഓർക്കുക. ബാങ്കിലൊക്കെ നമ്മൾ IFSC കോഡ് എന്നൊക്കെ പറയാറില്ല, അതുപോലെ അതിൽ എസ് അങ്ങ് കളയുക, എന്നിട്ട് IFC എടുക്കുക. IFC, I ആണ് ഇൻറ്റിജർ എക്സ്പ്രഷൻ, F ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ, C എന്താണ്? കോൺസ്റ്റൻ്റ് എക്സ്പ്രഷൻ. ഇത് ഓർക്കാനായിട്ട് പറഞ്ഞത് കേട്ടല്ലോ. അടുത്തത് റിലേഷണൽ എക്സ്പ്രഷൻസ്.
ഇവിടെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് മാത്രമേ ഈ എക്സ്പ്രഷനിൽ വരത്തുള്ളൂ. എന്നാൽ അതിനെ റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയും. ഏതൊക്കെയാണ്? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ആർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ആർ ഈക്വൽ ടു, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് അത് മാത്രമേ അതിനകത്ത് വരത്തുള്ളൂ. ഓപ്പറൻസ് ന്യൂമറിക് ആയിരിക്കും. പിന്നെ റിലേഷണൽ എക്സ്പ്രഷനിലൂടെ കിട്ടുന്ന റിസൾട്ട് നമുക്ക് എപ്പോഴും അറിയാം ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും അല്ലേ? ട്രൂവിന് 1 അല്ലെങ്കിൽ ഫാൾസിന് 0 എന്നും കൊടുക്കാം. നോക്കൂ, എക്സും വൈയും തന്നിട്ടുണ്ട്. എസ് ഗ്രേറ്റർ ദാൻ വൈ ആണോ? 6 13ഉം 6 ഗ്രേറ്റർ ദാൻ 13 ആണോ? ഈ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇനി കണ്ടാൽ അറിയാമല്ലോ. ഇങ്ങനെ തുറന്നിരിക്കുന്നത് എങ്ങോട്ടാണോ അത് ഗ്രേറ്റർ ദാൻ ആണ് കേട്ടോ. അപ്പോൾ 6 ആണ് വലുതാണോ എന്ന് ചോദിക്കുന്നു. അല്ല, എന്നാൽ 0 അല്ലെങ്കിൽ ഫാൾസ് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒന്നുകിൽ 0 എന്ന് കിട്ടും ആൻസർ, അല്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതാം? ഫാൾസ് എന്ന് കൊടുക്കാം. മനസ്സിലായോ? എക്സ് ഈക്വൽ ടു വൈ ആണോ? 6 ഈക്വൽ ടു 13 ആണോ? അല്ല, അല്ലെങ്കിൽ ഫാൾസ്. 9 അടുത്തത് 9 എസ് പ്ലസ് വൈ, എസ് പ്ലസ് വൈ എത്ര കിട്ടും? രണ്ടും കൂടെ കൂട്ടുമ്പോൾ 19. നോട്ട് ഈക്വൽ ടു 13 ആണോ? അല്ല, 13 ആണോ? നോട്ട് ഈക്വൽ ടു ആണ് അല്ലേ? എന്നാൽ 1 ആണെങ്കിൽ ട്രൂ. അടുത്ത് 4 എസ് മൈനസ് 2 എത്ര കിട്ടും? 4 ഈക്വൽ ടു വൈ പ്ലസ് 1 എത്ര? 14. 4 ഈക്വൽ ടു 14 ആണോ? അല്ല, അല്ലെങ്കിൽ ഫാൾസ് അല്ലെങ്കിൽ 0. മനസ്സിലായല്ലോ? ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. When arithmetic expressions are used on either side of a relational operator, arithmetic operators will be carried out first and then the results are compared. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് തോന്നും ടീച്ചർ ഇപ്പോൾ പറഞ്ഞതെന്തോ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വന്നാൽ അതിന് റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയും അല്ലേ? അപ്പോൾ ഡൗട്ട് തോന്നില്ലേ? ഇത് മൈനസ് പ്ലസ് ഇതെല്ലാം അരിത്തമാറ്റിക് ഓപ്പറേറ്റർ അല്ലേ എന്ന് തോന്നുന്നില്ലേ? പക്ഷേ അരിത്തമാറ്റിക് ഓപ്പറേറ്ററോടൊപ്പം ഈ റിലേഷണൽ ഓപ്പറേറ്റർ കൂടെ വന്നതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്ത് വരും? ട്രൂ അല്ലെങ്കിൽ ഫാൾസിലേ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് ആദ്യം? എന്നാൽ ഇത് റിലേഷണൽ എക്സ്പ്രഷൻ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ആൻസർ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏത് എക്സ്പ്രഷനാണ്? ഈ അരിത്തമാറ്റിക് ഓപ്പറേറ്റർ ഉണ്ടെങ്കിലും ഇത് ഈ റിലേഷണൽ ഓപ്പറേറ്റർ വന്നതുകൊണ്ട് ഇത് റിലേഷണൽ എക്സ്പ്രഷനിലാണ് വരിക. മനസ്സിലായല്ലോ? പിന്നെ ഈ അരിത്തമാറ്റിക് ഓപ്പറേറ്ററിൻ്റെയോടൊപ്പം ഈ റിലേഷണൽ ഓപ്പറേറ്ററും വരുമ്പോഴത്തേക്കും ആദ്യം അരിത്തമാറ്റിക് കാൽക്കുലേഷൻ ആദ്യം ചെയ്തതിന് ശേഷം പിന്നെയാണ് റിലേഷണൽ ഓപ്പറേറ്ററിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുക കേട്ടോ. ദ ടേബിൾ കണ്ടെയ്ൻസ് സം എക്സ്പ്രഷൻസ് ഇൻ വിച്ച് കണ്ടോ ബോത്ത് അരിത്തമാറ്റിക്കും റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വരുന്നു. ഇങ്ങനെ രണ്ടും വന്നാലും ഏത് എക്സ്പ്രഷൻ തന്നെയാണ്? റിലേഷണൽ എക്സ്പ്രഷൻ തന്നെയാണ് വരുന്നത്. എന്തുകൊണ്ട്? ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആണ് ഇവിടെ വന്നതുകൊണ്ട്. മനസ്സിലായല്ലോ? വ്യക്തമായിട്ട് മനസ്സിലായല്ലോ? ഇതിലൊന്നും മനസ്സിലാക്കാനില്ല. കാരണം ഇവിടെ റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിലേഷണൽ എക്സ്പ്രഷനാണ്. റിസൾട്ട് എന്താണ്? ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആണ് കിട്ടുന്നത്. ഇത്രയേ ഉള്ളൂ. ഇവിടെ ക്രിയ ചെയ്യുമ്പോൾ അരിത്തമാറ്റിക് എന്താണ് ഓപ്പറേറ്റേഴ്സിൻ്റെ ക്രിയ ആദ്യം ചെയ്തതിന് ശേഷം ആ എക്സ്പ്രഷൻ ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് വരിക. പിന്നെ റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചുള്ള ആ എക്സ്പ്രഷനിൽ ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. അടുത്ത് നോക്കൂ, ലോജിക്കൽ എക്സ്പ്രഷൻ. അപ്പോൾ ഇവിടെ ഏത് ഓപ്പറേറ്ററാണ് ഉപയോഗിക്കുന്നത്? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഏതൊക്കെയാണ്? ആൻഡ്, ഓർ, നോട്ട് അല്ലേ? ഇറ്റ് കമ്പൈൻ 2 or more റിലേഷണൽ എക്സ്പ്രഷൻസ് വിത്ത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. കണ്ടോ? ഇവിടെ റിലേഷണൽ എക്സ്പ്രഷൻസിനെ കമ്പൈൻ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ റിലേഷണൽ ഓപ്പറേറ്റർ വരുന്നല്ലേ, അതിനെ കമ്പയർ ചെയ്യുന്നത് ഒന്നിലധികമോ എക്സ്പ്രഷൻസിനെ കമ്പൈൻ ചെയ്യുന്നതാണ്. ആരുപയോഗിച്ച് കമ്പൈൻ ചെയ്യുന്നു? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചാണ് ചേർത്തെഴുതുന്നത്. ഇവിടെ റിസൾട്ട് എന്ത് തന്നെയാണ്? ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 0 അല്ലേ? എ ലോജിക്കൽ എക്സ്പ്രഷൻ മേ കണ്ടെയ്ൻ കോൺസ്റ്റൻസ്, വേരിയബിൾസ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. കണ്ടോ? ലോജിക്കൽ എക്സ്പ്രഷനിൽ എന്തൊക്കെ വരാം? കോൺസ്റ്റൻസ് വരാം, വേരിയബിൾസ് വരാം, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വരാം, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വരാം. നോക്കൂ, എക്സ് വൈയും നോക്കൂ തന്നിട്ടുണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ആണോ? ആദ്യം കണ്ടോ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങനെ എഴുതണം. 20 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 13 ആണോ? ആൻഡ് എക്സിൻ്റെ വില എത്ര? 20 ഈക്വൽ ടു 20 ആണോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ചെയ്യുക. അതിനുശേഷം ഈ ആദ്യത്തെ കാര്യം ചെയ്യുക. ആദ്യത്തെ ഈ റിലേഷണൽ എക്സ്പ്രഷൻ തന്നിരിക്കുന്നുണ്ടോ? 2 റിലേഷണൽ എക്സ്പ്രഷൻസിനെ കമ്പൈൻ ചെയ്തതാണ്. കണ്ടോ? ചേർത്ത് കൊണ്ടുപോയി കമ്പൈൻ ചെയ്തു, കോർത്തിണക്കിയതാണ് ഇവിടെ ചെയ്യുന്നത്. ആൻഡ് ഓപ്പറേറ്റർ ഇവിടെ. അപ്പോൾ 20 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 13 ആണോ? ആണല്ലേ? എന്നാൽ 1 ആൻഡ്
20 ഈക്വൽ ടു 20 ആണോ 1. 1 ആൻഡ് 1 നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എത്രയാണ് 1. ഇതുപോലെ ഇവിടെ നോക്കൂ, x ഈക്വൽ ടു 5 ഓർ y ഈക്വൽ ടു 0. അതിലിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 20 ഈക്വൽ ടു 5 ആണോ? അല്ല, 0. ഓർ 13 ഈക്വൽ ടു 0 ആണോ? അല്ല, 0. അപ്പോൾ 0 ഓർ 0 0 അല്ലേ. അടുത്തത് നോട്ട് 20 ഈക്വൽ ടു 13 ആണോ? അപ്പോൾ നോട്ട് 20 ഈക്വൽ ടു 13 ആണോ? അല്ല, 0. നോട്ട് 0 എങ്കിൽ ആൻസർ എന്താണ്? 1. ഇങ്ങനെയാണ് വരിക. ഓക്കെ. അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദ സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. Statements are terminated with a semicolon. Different types of statements are used in C++ are declaration statements, assignment statements, input statements, output statements, etc. Executable statements are the instructions to the computer. All the statements except declaration statements are executable statements as they possess some operations to be done by the computer. നോക്കൂ, ഇവിടെ സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് ടു ദ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ ഒരു പ്രോഗ്രാംസ് എഴുതുമ്പോഴത്തേക്ക് അതിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റും അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഓരോരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അതിൽ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് പോയിട്ട് ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദ സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇത് ചോദിച്ചിട്ടുണ്ട്, പഠിക്കുക ഈ സെൻറ്റൻസ്. നമ്മൾ സാധാരണ നമ്മുടെ മലയാളത്തിലൊക്കെ അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തീരുമ്പോഴത്തേക്കും നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടും അല്ലേ, ഒരു കുത്തിടത്തില്ലേ അല്ലേ, ഇതുപോലെ ഒരു കുത്തിടും. അതുപോലെ ഇവിടെ ആണെങ്കിൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് തീരുമ്പോഴത്തേക്കും നമുക്ക് പ്രോഗ്രാമിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലായി പോവുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇടുമ്പോഴത്തേക്കും നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തീരുമ്പം ഒരു ഫുൾ സ്റ്റോപ്പ് അല്ലേ ഇടുന്നത്, അതിന് വരെ സെമികോളനാണ് ഇടുന്നത്. അതാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ടെർമിനേറ്റഡ് വിത്ത് എ സെമികോളൻ എന്ന് എഴുതിയത്. മനസ്സിലായല്ലോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദ സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇത് പഠിക്കുക. സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ടെർമിനേറ്റഡ് വിത്ത് എ സെമികോളൻ, ഈ സ്റ്റേറ്റ്മെൻറ്റും പഠിക്കുക. അതോടൊപ്പം ഇത് പഠിക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇങ്ങനെയൊക്കെ നമുക്കുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിക്കാനില്ല. ബാക്കി 4 ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുണ്ട്. നമുക്കത് നോക്കാം. അപ്പോൾ ബാക്കി 4 പേര് നമുക്ക് നോക്കാം. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നെക്സ്റ്റ് ചാപ്റ്ററിലാണ്, ഇപ്പോൾ പഠിക്കേണ്ട. IODA എന്നാണെങ്കിലും ഓർക്കുക. അയ്യോഡാ എന്നൊക്കെ നമ്മൾ വിളിക്കില്ലേ, ഡാന്ന്. അപ്പോൾ അയ്യോഡ എന്നെങ്കിലും ഓർക്കുക. ഓക്കെ. അപ്പോൾ I എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, O ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, D ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, A അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എവരി യൂസർ ഡിഫൈൻഡ് വേർഡ് ഷുഡ് ബി ഡിഫൈൻഡ് ഇൻ ദ പ്രോഗ്രാം ബിഫോർ ഇറ്റ് ഈസ് യൂസ്ഡ്. പറഞ്ഞു തരാം. എ വേരിയബിൾ ഈസ് എ യൂസർ ഡിഫൈൻഡ് വേർഡ് ആൻഡ് ഇറ്റ് ഈസ് ആൻ ഐഡൻറ്റിഫയർ ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. എ വേരിയബിൾ മസ്റ്റ് ബി ഡിക്ലെയർഡ് ഇൻ ദ പ്രോഗ്രാം ബിഫോർ ഇറ്റ്സ് യൂസ്. അപ്പോൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ക്രൈബ്സ് ആൻ ഐഡൻറ്റിഫയർ സച്ച് ആസ് ദ നെയിം ഓഫ് എ വേരിയബിൾ ഓർ എ ഫങ്ഷൻ. ഇത് പഠിക്കേണ്ട സെൻറ്റൻസ് ആണ്. ഇത് രണ്ടും പഠിക്കേണ്ട, പക്ഷേ ഇത് പഠിക്കണം കേട്ടോ. ഇങ്ങനത്തെ സിമ്പിളൊക്കെ ഇട്ടിരുന്നാൽ നിങ്ങൾ പഠിക്കേണ്ട, മേഘം പോലെയൊക്കെ ഇട്ടിരുന്നാൽ നിങ്ങൾ പഠിക്കേണ്ട കേട്ടോ. അത് മനസ്സിലാക്കി പോവുക. അതേസമയം ഇതെല്ലാം പഠിക്കേണ്ടതാണ്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ക്രൈബ്സ് ആൻ ഐഡൻറ്റിഫയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ. ഐഡൻറ്റിഫയർ സച്ച് ആസ് ദ നെയിം ഓഫ് എ വേരിയബിൾ ഓർ എ ഫങ്ഷൻ. ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ യൂസർ, പ്രോഗ്രാം എഴുതുന്ന യൂസർ കൊടുക്കുന്ന പേരാണ് ഐഡൻറ്റിഫയർ അല്ലേ. അപ്പോൾ ആ ഐഡൻറ്റിഫയർ നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ട്? വേരിയബിളിലുണ്ട്, ഫങ്ഷന് ഒക്കെ നമ്മൾ ഐഡൻറ്റിഫയർ ഉപയോഗിക്കും. ഫങ്ഷനൊക്കെ എന്താണെന്ന് പിന്നെ നമ്മൾ പഠിക്കും. വേരിയബിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ വേരിയബിളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഐഡൻറ്റിഫയർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഐഡൻറ്റിഫയർ കമ്പ്യൂട്ടറിന് മനസ്സിലാകണം അല്ലേ. അപ്പോൾ ഐഡൻറ്റിഫയറിനെ പ്രോഗ്രാമിന് മുമ്പ് എന്ത് ചെയ്യണം? ഡിക്ലെയർ ചെയ്യണം. When we declare a variable, we tell the compiler about the type of data that will be stored in it. നമ്മളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ കമ്പൈലറിന് അതെന്ത് ചെയ്യും? അത് മനസ്സിലാക്കും.
എന്താണ് കമ്പൈലറോട് പറയുകയാണ് എന്താണ് ടൈപ്പ് ഓഫ് ഡാറ്റ ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ഇറ്റ്. അപ്പോൾ അത് നമ്മൾ ഒരു വേരിയബിൾ കൊടുത്ത് അതിൻ്റെ ടൈപ്പ് കൊടുക്കും. ഇൻറ്റ് എ എന്നൊക്കെ ആയിരിക്കും ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് മനസ്സിലാകും എന്താണ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ 4 bytes അതിന് വേണ്ടി നീക്കണം. മനസ്സിലാവണം, എ എന്നുള്ള പേരാണ് ആ ലൊക്കേഷൻ്റെ പേര്, അതിന് 4 bytes നീക്കുകയാണ്. മനസ്സിലായോ? സിൻടാക്സ് ഇങ്ങനെയാണ്. സിൻടാക്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ പഠിച്ചാലേ നമുക്ക് പ്രോഗ്രാംസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ മാത്സിലൊക്കെ നമ്മൾ ഫോർമുല എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഇവിടെ നമ്മൾ എന്താ പറയുന്നത് സിൻടാക്സ് എന്ന് പറയും. അപ്പോൾ അതിന് സിൻടാക്സ് എന്താണ്? ഡാറ്റ ടൈപ്പ് എഴുതുക, പിന്നെ വേരിയബിളിൻ്റെ പേര് എഴുതുക, പിന്നെ ഇത് സിൻടാക്സ് എഴുതുന്നതിന് ഒരു റൂളുണ്ട്, അതാണ് ഇങ്ങനെ രീതിയിൽ എഴുതിയിരിക്കുന്നത്. വേരിയബിൾ 1, വേരിയബിൾ 2, വേരിയബിൾ 3, പിന്നെ 3 കുത്തിടുക. അത് എഴുതുന്ന രീതി മനസ്സിലാക്കി തരാം. ഡാറ്റ ടൈപ്പ്, ഡാറ്റയ്ക്ക് ഇവിടെ താഴെ ഒരു അണ്ടർസ്കോർ ആണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഒരു ഹൈഫൻ ഇട്ടാലും മതി. ഡാറ്റ ടൈപ്പ്, പിന്നെ എന്താണ് വേരിയബിൾ എന്ന് കൊടുക്കുക. വേരിയബിൾ എഴുതേണ്ട ഇത് എന്താണ്? ഒരു ആംഗിൾ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുക, വേരിയബിൾ 1. മനസ്സിലാവണം. എന്നിട്ടിത് ഓപ്ഷണലാണ്, കമ്പൾസറി അല്ല. അടുത്ത വേരിയബിൾ 2 ഉണ്ടെങ്കിൽ ഇതെങ്ങനെ, ഞാനിപ്പോൾ അതിന് വേണ്ടിയാണ് ഫോർമുല എങ്ങനെ തന്നിരിക്കുന്നത്. സിൻടാക്സ് വേരിയബിൾ 2, വേരിയബിൾ 3, 3 കുത്താണ്, അതായത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി. എന്നിട്ട് അതിനെ ഇങ്ങനെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സ്ക്വയർ ബ്രാക്കറ്റാണ് സെമിക്കോളൻ. ഇതുപോലെയാണ് ഇതിൻ്റെ സിൻടാക്സ് എഴുതേണ്ടത്. അത് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഇൻറ്റ് റോൾ നമ്പർ കണ്ടോ. അപ്പോൾ ഇവിടുത്തെ ഡാറ്റ ടൈപ്പ് എന്താണ്? ഇൻറ്റ്. ഇതിൻ്റെ ഇവിടുത്തെ വേരിയബിളിൻ്റെ പേരെന്താണ്? റോൾ നമ്പർ. അവസാനം ഞാൻ എന്തിട്ടു? സെമിക്കോളൻ. ഇവിടെ ഒരു വേരിയബിളേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരു വേരിയബിൾ കൊണ്ട് നിർത്തി അല്ലേ. ഇപ്പോൾ എനിക്ക് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ആകുമ്പോഴത്തേക്കും ഇവിടെ എത്ര മെമ്മറിയാണ് അതിന് വേണ്ടി മാറ്റിയത്? 4 bytes ആണ്. ഒന്നിൽ കൂടുതൽ വേരിയബിൾ നോക്കൂ. അപ്പോൾ ഇവിടെ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പൊക്കെ നമ്മൾ പഠിച്ചല്ലോ, ഇൻറ്റിജർ, ഫ്ലോട്ട്, ഡബിളൊക്കെ വൈഡൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ ഫ്ലോട്ട് A, B, C കണ്ടോ, ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് എഴുതിയതുണ്ടോ? വേരിയബിൾ 1, വേരിയബിൾ 2, വേരിയബിൾ 3 എല്ലാം കോമയായിട്ടാണ് എഴുതിയത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇനി സിൻടാക്സ് എഴുതാൻ എളുപ്പമായിരിക്കും. ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഡാറ്റ ടൈപ്പ്, രണ്ടാമത്തത് എന്താണ്? വേരിയബിൾ 1 കണ്ടോ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ, അത് ഓപ്ഷണൽ, കമ്പൾസറി അല്ല, വേറെ ഉണ്ടെങ്കിൽ എന്ന് കാണിക്കണതാണ് ഈ സിമ്പിൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്. കോമ, ഓരോ വേരിയബിളും കഴിഞ്ഞിട്ട് കോമ ഇടണം, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ. അടുത്ത വേരിയബിൾ 2, കോമ, വേരിയബിൾ 3 ഇനിയും ഉണ്ടെങ്കിൽ കോമ. കണ്ടോ, അത് കാണിക്കാനാണ് ഇതെങ്ങനെ 3 കുത്തിടുന്നത്. ഇത് മനസ്സിലായല്ലോ സിൻടാക്സ് എഴുതുന്ന രീതി. അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിളും മനസ്സിലായല്ലോ. ഇറ്റ് ഡിക്ലെയർ 3 വേരിയബിൾസ് അല്ലേ, എയും ബിയും സിയും. എല്ലാത്തിൻ്റെയും ടൈപ്പ് എന്താണ്? ഫ്ലോട്ട്. ഈച്ച് ഓഫ് ദം വിൽ ബി അലോക്കേറ്റഡ് 4 bytes ഓഫ് മെമ്മറി. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഇവിടെ 3 വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് ഒരേ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് എഴുതാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഇപ്പോൾ ഇതിവിടെ ആണെങ്കിൽ ഒരു വേരിയബിളാണ് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ഡിക്ലറേഷൻ മനസ്സിലായല്ലോ. ഡിക്ലറേഷൻ എങ്ങനെയാണ്? വേരിയബിളിൻ്റെ പേര് എഴുതുക, ആദ്യം ഡാറ്റ ടൈപ്പ് എഴുതുക, പിന്നെ വേരിയബിളിൻ്റെ പേര് എഴുതുക. ഡാറ്റ ടൈപ്പ് വേരിയബിൾ സെമിക്കോളൻ. ഒരു വേരിയബിളെങ്കിൽ ഒരു വേരിയബിൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ കോമയിട്ട് എഴുതുക. മനസ്സിലായല്ലോ. അടുത്തത് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ആൻ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അസൈൻസ് എ വാല്യൂ ടു എ വേരിയബിൾ. നമുക്കറിയാം അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ് ഈക്വൽ ടു അല്ലേ. അപ്പോൾ ഈക്വൽ ടു ഉപയോഗിച്ച് എഴുതി കഴിഞ്ഞാൽ അതിന് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. ദ വാല്യൂ അസൈൻഡ് മേ ബി എ കോൺസ്റ്റൻറ്റ്, ഒരു കോൺസ്റ്റൻറ്റ് അസൈൻ ചെയ്യാം, വേരിയബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്പ്രഷൻ ആയിരിക്കാം. നോക്കൂ, കണ്ടോ, എ ഈക്വൽ ടു എ എന്നുള്ള ഒരു വേരിയബിൾ. അതിൽ എന്താണ് കൊടുക്കുന്നത്? ഇത് എ എന്നുള്ളതൊരു വേരിയബിളാണ്, വിച്ച് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് വരാം, ഓർ എ ഈക്വൽ ടു വേരിയബിൾ വരാം, അല്ലെങ്കിൽ എ ഈക്വൽ ടു എക്സ്പ്രഷൻ വരാം. മനസ്സിലാവുന്നു? ഇറ്റ് അസൈൻസ് എ കോൺസ്റ്റൻ്റ് ഓർ വേരിയബിൾ ഓർ എക്സ്പ്രഷൻ ടു ദ വേരിയബിൾ എ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് എന്താണ്? എപ്പോഴും ഒരു വേരിയബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടോ, എ ഈക്വൽ ടു 20 ഒരു എക്സാമ്പിൾ. രണ്ടാമത്തത് ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഇതെന്താണ്? ഒരു എക്സ്പ്രഷൻ അല്ലേ. ഇതെന്താണ്? ഒരു കോൺസ്റ്റൻറ്റ് തന്നല്ലോ. അപ്പോൾ ഇതെന്താ? എ ഈക്വൽ ടു ബി പ്ലസ് സി മൈനസ് ഡി. കണ്ടോ, ഇത് ഒരു എക്സ്പ്രഷനാണ് അല്ലേ. ഇങ്ങനെ പല രീതിക്കും നമുക്ക് 3 രീതിക്ക് ഇത് കണ്ടോ, 3 രീതിക്ക് നമുക്ക് എഴുതാം. കോൺസ്റ്റൻറ്റ് വരാം, ഒരു വേരിയബിൾ വരാം, എ ഈക്വൽ ടു ബി എന്ന് വരാം, പിന്നെ ഒരു എക്സ്പ്രഷൻ വരാം.
മനസ്സിലാവണം. ഇതെല്ലാം ഒരു എക്സാമ്പിൾ തന്നേ ഉള്ളൂ, മനസ്സിലാക്കിയിരിക്കുക. ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS ഓഫ് ആൻ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ബി എ വേരിയബിൾ. ഈ സൈഡ് കണ്ടോ, വേരിയബിൾ മാത്രമേ വരാവൂ, എക്സ്പ്രഷൻ ഒന്നും വരാൻ പാടില്ല, കോൺസ്റ്റൻറ്റ് വരാൻ പാടില്ല. ലെഫ്റ്റ് സൈഡിൽ വേരിയബിൾ ആയിരിക്കണം. അപ്പോൾ വേരിയബിൾ ഈക്വൽ ടു എന്താണ്, കോൺസ്റ്റൻറ്റോ ഒരു വേരിയബിളോ എക്സ്പ്രഷനോ ഒക്കെ വരാം. അസൈൻമെൻറ്റ്സ് ക്യാൻ ബി ചെയിൻഡ് ടുഗദർ. ഇത് ചെയിൻ ചെയ്ത്, അതായത് കണക്ട് ചെയ്ത് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വില 15.7 ആണെങ്കിൽ ഇങ്ങനെ ഞാൻ എഴുതി, എക്സ് ഈക്വൽ വൈ ഈക്വൽ ഇസഡ് ഈക്വൽ 15.7. ഈ രീതിക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ CVE എന്ന് പറയുമ്പോൾ സി എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ്, അടുത്ത വേരിയബിൾ, അടുത്ത എക്സ്പ്രഷൻ, അത് കാണിക്കാനാണ് അത് തന്നത്. അടുത്തത് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവിടെ വരുന്നത് ഇൻപുട്ട് ഓപ്പറേറ്റർ ആയിരിക്കും അല്ലേ. യൂസിങ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് വി ക്യാൻ സ്റ്റോർ ഡാറ്റ ഇൻ ദ മെമ്മറി ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം. നമുക്ക് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് നമുക്കെന്താണ്, നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഡാറ്റയെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട്, മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് കൊടുക്കുന്നത് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ്. ഗെറ്റ് ഫ്രം ഓർ എക്സ്റ്റേഷൻ ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ ദ ഇൻപുട്ട് ഓപ്പറേഷൻ. ഈ ഓപ്പറേറ്ററൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ, ഇതിൻ്റെ പേരെല്ലാം അറിയാം നിങ്ങൾക്ക്. സിൻടാക്സ് എന്താണ്, സ്ട്രീം ഓബ്ജക്റ്റ് എഴുതിയിട്ട് ഒരു വേരിയബിൾ എഴുതണം. സ്ട്രീം ഓബ്ജക്റ്റ് എന്ന് പറയുമ്പം ഏതിൽ കൂടെയാണോ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, സാധാരണ സ്ട്രീം ഓബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ കീബോർഡിലൂടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ സിൻസ് വി യൂസ് കീബോർഡ് ആസ് ദ ഇൻപുട്ട് ഡിവൈസ്, ദ സ്ട്രീം ഓബ്ജക്റ്റ് ഈസ് സിഇൻ എന്നാണ് കൊടുക്കേണ്ടത്. കീബോർഡാണ് ഇൻപുട്ട് ഡിവൈസ് ആയതുകൊണ്ട് സാധാരണയായിട്ട് നമ്മൾ സിഇൻ എന്നുള്ള ഓബ്ജക്റ്റാണ് സ്ട്രീം ഓബ്ജക്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ സിഇൻ എന്ന് എഴുതിയിട്ട് ഒരു വേരിയബിൾ എഴുതും. ദ ഓപ്പറൻറ്റ് ആഫ്റ്റർ ദ ഗ്രേറ്റർ ഈ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഷുഡ് ബി എ വേരിയബിൾ. മനസ്സിലാവണം, ഈ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ കഴിഞ്ഞിട്ട് വരുന്ന ഓപ്പറൻറ്റ് ഏതായിരിക്കും, വേരിയബിൾ ആയിരിക്കും വരേണ്ടത്. ഇവിടെ വരുന്നത് ഒരു വേരിയബിൾ തന്നെ ആയിരിക്കണം, ശ്രദ്ധിക്കുക, അത് പ്രധാന പോയിൻ്റാണ്. നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ LHSൽ നമ്മളെന്താ ഉപയോഗിക്കേണ്ടത്, വേരിയബിൾ എന്ന് പറയും പോലെ ഇവിടെ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ ഉപയോഗിക്കേണ്ടത് എന്താണ്, ഈ ഓപ്പറേറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ വേരിയബിൾ ആയിരിക്കും, എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്ററിൻ്റെ. ഇപ്പോൾ സിഇൻ കണ്ടോ, ഇപ്പുറത്തൊരു വേരിയബിളാണ് ഇട്ടത്, സിഇൻ മാർക്ക് എന്ന് പറയുമ്പോൾ മാർക്ക് എന്നുള്ള വേരിയബിൾ ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ മാർക്ക് എത്രയാണെന്ന് നമ്മൾ അതിൽ എൻ്റർ ചെയ്യണം, ഇൻപുട്ട് ചെയ്യണം. ഇറ്റ് റീഡ്സ് ഡാറ്റ ഫ്രം ദ കീബോർഡ് ആൻഡ് സ്റ്റോർസ് ഇൻ ദ വേരിയബിൾ മാർക്ക്. നമ്മളിപ്പം എക്സിക്യൂട്ട് നടക്കുമ്പം മാർക്കിൻ്റെ വില എന്ത് ചെയ്യും, അത് മേടിച്ചിട്ട് അതിലോട്ട് ആ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും, മാർക്ക് എന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. അടുത്തത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഔട്ട്പുട്ട് ഓൺ ദ ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസ് സാധാരണ അതാണ് നമുക്ക് സ്ക്രീനിലായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസിൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ഇൻസേർഷൻ ഓപ്പറേറ്ററാണല്ലേ, ഇൻസേർഷൻ ഓപ്പറേറ്ററാണ്. നമ്മൾ ഇതും പഠിച്ചു, പുട്ടിറ്റു അല്ലെങ്കിൽ ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്ന് പറയും. ഇതെങ്ങനെ രണ്ട് ലെസ് ദാൻ സിമ്പിൾ ഇടുന്നതാണ്. സിൻടാക്സ് എന്താണ്, സ്ട്രീം ഓബ്ജക്റ്റ് ഇത് ഇൻപുട്ട് ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്നിടണം ഡാറ്റ എന്ന് എഴുതണം. ഇവിടെ ഡാറ്റയാണ്. ഹിയർ ദ സ്ട്രീം ഓബ്ജക്റ്റ് ഈസ് എനി ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് ദ ഡാറ്റ മേ ബി എ കോൺസ്റ്റൻറ്റ്, എ വേരിയബിൾ ഓർ ആൻ എക്സ്പ്രഷൻ. കണ്ടോ, ഈ ഡാറ്റ എന്ന് പറയുമ്പം നേരത്തെ ഉള്ളത് വേരിയബിൾ ആയിരുന്നു അല്ലേ, നമ്മൾ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എഴുതിയപ്പോൾ. ഇവിടെ ആണെങ്കിൽ ഇവിടെയുള്ള ഡാറ്റ CVE ഏത് വേണം വരാം, കോൺസ്റ്റൻറ്റ് വരാം, വേരിയബിൾ വരാം, എക്സ്പ്രഷൻ വരാം. CVE ഏത് വേണോ വരാം ഇവിടെ. സിൻസ് വി യൂസ് മോണിറ്റർ ആസ് ദ കോമൺലി യൂസ്ഡ് ഔട്ട്പുട്ട് ഡിവൈസ്, ദ സ്ട്രീം ഓബ്ജക്റ്റ് ഈസ് Cout. തൊട്ട് മുമ്പേ പഠിച്ചതിൽ ഇൻപുട്ട് കൊടുത്തപ്പോഴെന്തായിരുന്നു, CIN എന്നായിരുന്നു. കണ്ടോ, CIN കൺസോൾ ഇൻപുട്ട്, ഇവിടെ ഔട്ട്പുട്ട് കണ്ടോ, Cout. ഔട്ട്പുട്ട് ആകുമ്പോൾ Cout. അപ്പോൾ Cout ആണ് ഇവിടുത്തെ എന്താണ് സ്ട്രീം ഓബ്ജക്റ്റ്. നോക്കാം, Cout num കണ്ടോ, Cout num ഒരു എന്താണ് ഒരു വേരിയബിൾ കൊടുത്തു അല്ലേ. Cout ഹലോ ഫ്രണ്ട്സ്, ഇതാ ഒരു സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണ് കൊടുത്തത്. അപ്പോൾ ഹലോ ഫ്രണ്ട്സ് എന്ന് അതുപോലെ പ്രിൻ്റ് ചെയ്യും. മനസ്സിലാവണം, ഇതൊരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതുപോലെ പ്രിൻ്റ് ചെയ്യും. ഇവിടെ ആണെങ്കിൽ നം എന്നുള്ളതിൽ നമ്മൾ എന്ത് കൊടുക്കുന്നോ ആ വേരിയബിൾ ആയിരിക്കും,
ഇത് റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അടുത്തിവിടെ നം+12 കണ്ടോ, ഒരു എക്സ്പ്രഷനാണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്പ്ലേസ് ദ കണ്ടൻറ്റ് ഇൻ ദ വേരിയബിൾ നം. ഈ വേരിയബിൾ നം എന്നുള്ള ഇതിലിരിക്കുന്ന കണ്ടൻറ്റ് എത്രയാണോ നമ്മൾ നമ്മിന് അവസാനം കൊടുക്കുന്നത്, ഇതൊക്കെ പ്രോഗ്രാംസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് കുറച്ചുകൂടെ വ്യക്തമാകുന്നത് കേട്ടോ. പ്രോഗ്രാംസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വ്യക്തമാകും. ഇപ്പം നിങ്ങൾക്ക് ജനറലായിട്ടൊരു ഐഡിയയെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കൊടുക്കും ആ പ്രോഗ്രാമിൽ സി ഔട്ട് നം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്പ്ലേസ് ദ കണ്ടൻറ്റ് ഇൻ ദ വേരിയബിൾ നം. നമ്മിലിരിക്കുന്ന കണ്ടൻറ്റ് ഏതാണോ വാല്യൂ അത് നമുക്ക് റിട്ടേൺ ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. രണ്ടാമത്തെ ഈ സി ഔട്ട് ഹലോ ഫ്രണ്ട്സിൽ, ഹലോ ഫ്രണ്ട്സ് ഇതൊരു സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഡബിൾ കോട്ട്സിൽ കൊടുത്തിരുന്നാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്, സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്തുള്ള അതുപോലെ പ്രിൻ്റ് ചെയ്യും, ഹലോ ഫ്രണ്ട്സ് എന്ന് തന്നെ കാണിക്കും. സി ഔട്ട് നം+12 ഇതെന്താണ്, ഇതൊരു എക്സ്പ്രഷനാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യും. ഈ എക്സ്പ്രഷൻ ആയതുകൊണ്ട് ദ വാല്യൂ റിട്ടേൺഡ് ബൈ ദ എക്സ്പ്രഷൻ നം+12. ഇത് രണ്ട് നമ്പിലിരിക്കുന്ന വാല്യൂവും കൂടെ കൂട്ടി 12ഉം കൂടെ കൂട്ടി ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്ന ആൻസർ. ഓക്കെ, ലാസ്റ്റ് വൺ കസ്കാഡിങ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്. ഇത് വളരെ ഈസിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് കാണിക്കാനാണ് ഇത് എങ്ങനെ ഇട്ടിരിക്കുന്നത്, ശ്രദ്ധിക്കുക. ദ മൾട്ടിപ്പിൾ യൂസ് ഓഫ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കോൾഡ് കസ്കാഡിങ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ പഠിക്കുക. എക്സാമ്പിളൂടെ പറഞ്ഞുതരാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഇവിടെ 3 ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത്. ഇൻപുട്ട് എന്ന് അങ്ങനെ മനസ്സിലായി കണ്ടോ, ഇത് വാ തുറന്നിരിക്കുന്ന അല്ലേ ഇൻപുട്ട് ഓപ്പറേറ്റർ ഇട്ടിരിക്കുന്നുണ്ടോ, ഇത് ഓപ്പറേറ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നു. ഇത് 3 ഇങ്ങനെ എഴുതുന്നതിന് പകരം ഒറ്റയടിക്ക് എഴുതാം. എങ്ങനെ എഴുതാം, ആഫ്റ്റർ കസ്കാഡിങ് വി ഗെറ്റ് സി ഇൻ എ ബി സി. കണ്ടോ, ഇങ്ങനെ എഴുതാം അല്ലേ, സി ഇൻ എ, പിന്നെ ഓപ്പറേറ്റർ ഇൻപുട്ട് ഓപ്പറേറ്റർ ബി, ഇൻപുട്ട് ഓപ്പറേറ്റർ സി. ഇതല്ലേ ഈസി, നമുക്ക് കുറച്ചുകൂടെ നമ്മൾ സാധാരണ പ്രോഗ്രാംസിൽ ഇങ്ങനെ ആയിരിക്കും എഴുതുക. അപ്പോൾ കണ്ടോ, ദ മൾട്ടിപ്പിൾ യൂസാണ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടോ, ഈ ഒത്തിരി എഴുതിയിരിക്കുന്നുണ്ടോ, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇതിനെ ഞാൻ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റായിട്ട് മാറ്റി. ഇതിനെയാണ് കസ്കാഡിങ് എന്ന് പറയുന്നത്. ഇത് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എഴുതാമെന്ന് നോക്കൂ. കണ്ടോ, സി ഔട്ട്. അപ്പോൾ ഇത് 3ഉം സി ഔട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതിനെ ഒറ്റയടിക്ക് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെ എഴുതാം, കണ്ടോ, സി ഔട്ട് എക്സ് വൈ ഇസഡ് എഴുതിയിരിക്കുന്നത് കണ്ടല്ലോ. എക്സ് കഴിഞ്ഞിട്ട് ഏത് ഓപ്പറേറ്റർ ഇട്ടു, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇട്ടു, വൈ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇസഡ്. ഇത്രയാണ്. അടുത്തത് നമുക്ക് മൈൻഡ് മാപ്പ് നോക്കാം. എക്സ്പ്രഷൻസ് ARL ഏതൊക്കെയാണ്, അരിത്തമാറ്റിക് എക്സ്പ്രഷൻ, റിലേഷണൽ എക്സ്പ്രഷൻ, ലോജിക്കൽ എക്സ്പ്രഷൻ. പിന്നെ അരിത്തമാറ്റിക് എക്സ്പ്രഷനെ ഇൻറ്റിജർ എക്സ്പ്രഷനും ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷനും കോൺസ്റ്റന്റ് എക്സ്പ്രഷനുമായിട്ട് തിരിക്കാം. IFC എന്ന് ഓർക്കുക. എക്സ്പ്രഷൻസിന് നമുക്ക് ഏതൊക്കെ ചേരുമ്പോഴാണ്, ഓപ്പറേറ്ററും ഓപ്പറൻസും ചേരുമ്പോഴാണ് എക്സ്പ്രഷൻസ് വരിക. അരിത്തമാറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുമ്പം ഇതിൽ ഓപ്പറേറ്റർ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്, ഓപ്പറൻസ് കോൺസ്റ്റൻസും വേരിയബിൾസും, റിസൾട്ട് എന്താണ്, ന്യൂമറിക് ആയിരിക്കും. റിലേഷണൽ എക്സ്പ്രഷനിൽ ഓപ്പറേറ്റർ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ഓപ്പറൻസ് ന്യൂമറിക് ഡാറ്റ, റിസൾട്ട് ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ലോജിക്കൽ എക്സ്പ്രഷനിൽ ഓപ്പറേറ്റർ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, റിസൾട്ട് ട്രൂ ആർ ഫാൾസ്, കമ്പൈൻ 2 or more റിലേഷണൽ എക്സ്പ്രഷൻസ്. അടുത്തത് വീണ്ടും മൈൻഡ് മാപ്പ് തന്നെയാണ്, സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇന്ന് ഞാൻ 2 എണ്ണമാണ് പഠിച്ചത്, എക്സ്പ്രഷൻസും സ്റ്റേറ്റ്മെൻറ്റ്സും. സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്, അതിൽ സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ആണ്. ഡീലിമിറ്റർ ഏതാണ്, സ്റ്റേറ്റ്മെൻറ്റ്സ് അവസാനിക്കുന്നത് ഓരോന്ന് സെമിക്കോളൻ, ടെർമിനേറ്റഡ് ബൈ സെമിക്കോളൻ. അടുത്ത ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് 4ആയിട്ട് തന്നെ തിരിക്കാം. അതിൽ IODA എന്ന് ഓർക്കണം. അതിന് കണ്ടോ, നിങ്ങൾക്കിത് കോഡ് തന്നിട്ടുണ്ട്, IODA. അതിൽ സ്റ്റോർ ഡാറ്റ ഇൻ മെമ്മറി. അടുത്തത്
അതിൻ്റെ അവിടെ ഓർക്കേണ്ട കാര്യങ്ങളാണ് ഗ്രേറ്റർ ദാൻ സിമ്പൽ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓർക്കുമ്പോഴത്തേക്കും. പിന്നെ സ്ട്രീം ഓബ്ജക്റ്റ് ഇത് ഇൻപുട്ട് ഓപ്പറേറ്റർ ഇടുക, വേരിയബിൾ എന്ന് എഴുതുക, സെമിക്കോളൻ. പിന്നെ അതിന് എക്സാമ്പിൾ സി ഇൻ വേരിയബിളിൽ ഒരു എക്സാമ്പിൾ സി ഇൻ എ. അടുത്ത ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ടു പ്രൊഡ്യൂസ് ഔട്ട്പുട്ട് ഓൺ ദ ഔട്ട്പുട്ട് ഡിവൈസ്. സ്ട്രീം ഓബ്ജക്റ്റ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇട്ടിട്ട് ഡാറ്റ, സി ഔട്ട് ഡാറ്റ, അതിൻ്റെ സിമ്പൽ സി ഔട്ട് എ. പിന്നെ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അത് ഡിസ്ക്രൈബ്സ് ആൻ ഐഡൻറ്റിഫയർ, ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം, ഇൻറ്റ് സമ്മ് അതിന് എക്സാമ്പിളാണ്. ഇത് സിൻടാക്സ് ആണ്. ടു ഡിക്ലെയർ എ വേരിയബിൾ ഡാറ്റ ടൈപ്പ് ഷുഡ് ബി ഗിവൻ ബിഫോർ ദ വേരിയബിൾ നെയിം. എക്സാമ്പിൾ ഫ്ലോട്ട് എ ബി സി. 2 എക്സാമ്പിൾ ഞാൻ അവിടെ തന്നിട്ടുണ്ട്, ഇൻറ്റ് സമ്മ്. അടുത്തത് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അസൈൻസ് എ വാല്യൂ ടു എ വേരിയബിൾ. ഈക്വൽ ടു സിമ്പിളാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ കോൺസ്റ്റൻറ്റ് വേരിയബിൾ എക്സ്പ്രഷൻസ് ഉപയോഗിക്കാം. അടുത്തത് എക്സാമ്പിൾ y = 10, a = b, sum = a + b. കസ്കാഡിങ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ലാസ്റ്റ് വൺ. അതിൽ മൾട്ടിപ്പിൾ യൂസ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സിന് സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്. സി ഇൻ എ ബി സി, സി ഔട്ട് എക്സ് വൈ ഇസെറ്റ്. അടുത്തതായിട്ട് ഈ അസൈൻമെൻറ്റ് നോക്കാം. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് തറവാകത്തുള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ കുട്ടിക്ക് തീർച്ചയായിട്ടും ഇത് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ചാപ്റ്ററിൽ നിന്നും മിനിമം നിങ്ങൾക്ക് 6 മാർക്കിന് എന്തായാലും ചോദിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് 8 മാർക്ക് 9 മാർക്ക് വരെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കുഞ്ഞ് ചാപ്റ്ററാണ്, വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ ക്ലാസ്? ഇഷ്ടമായോ? അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. The happiness of your life depends on the quality of your thoughts.